നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വിവിധ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ ചൂടും ശക്തമാവുകയാണ്. വികസന വാഗ്ദാനങ്ങൾ, രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയത്തിലെ സ്വാധീനം, ക്ഷേത്രവും ടൂറിസവും തുടങ്ങി വിവിധ കാരണങ്ങളാൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ഗുരുവായൂർ നിയോജക മണ്ഡലം. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണനാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. വേണ്ട, നല്ല ചൂടാണല്ലേ? ചൂടുള്ള സമയത്ത് ചൂട് പ്രചരണം നടക്കുകയാണ്. വെയിലിനെ മറികടന്നു പോലുള്ള ചൂടാണ്. അപ്പോൾ ഒരു ചൂട് ചായ കുടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചൂടുള്ള രാഷ്ട്രീയം സംസാരിക്കാം. അപ്പോൾ ഒരു ചായ കുടിക്കാം. എങ്ങനെയാണ് ഇപ്പോൾ നല്ല ചൂടാണ്, പ്രചരണം ശക്തമായിട്ട് നടക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരു ആളുകളുടെ റെസ്പോൺസ് ഇവിടെ നിന്ന് സാറിന് കിട്ടിയത്? ചൂടൊരു പ്രശ്നമേ അല്ല. നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൻ്റെ വികാരങ്ങൾ, നമ്മൾ ആ വികാരങ്ങളെ ഉണർത്തിയാൽ അവർക്കും ചൂടുണ്ടാവില്ല. ഗുരുവായൂർ എന്ന് പറയുന്നത് പ്രാചീന കാലം മുതൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ്. ഗുരുവായൂർ എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ടായത് ഗുരുവും വായുവും ചേർന്നുണ്ടാക്കിയതാണ്. ഗുരു എന്ന് പറയുന്നത് ബൃഹസ്പതിയാണ്. ബൃഹസ്പതിയും വായു ഭഗവാനും അന്വേഷിച്ച് നടന്ന് ദ്വാരകയിൽ നിന്ന് കിട്ടിയ വിഗ്രഹം സ്ഥാപിക്കാൻ വേണ്ടി പരമശിവൻ്റെ താല്പര്യപ്രകാരം സ്ഥാപിച്ചതാണ് എന്നാണ് ഐതിഹ്യം. അപ്പോൾ ഗുരുവായൂർ എന്ന് പറയുന്നത് വളരെ പ്രാചീനമായ പുരാണത്തിൽ തന്നെ പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എനിക്ക് നിയോഗമുണ്ടായിട്ടുള്ളത്. എൻ്റെ നിയോഗത്തെ ഞാൻ പുണ്യമായി കാണുകയാണ്. ഞാൻ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പാകെ വെച്ചു. കാരണം ഗുരുവായൂർ എന്ന് പറയുന്നത് ഒരു അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. പക്ഷെ അവിടെ കുടിവെള്ളമില്ല. ഗുരുവായൂരിൻ്റെ ചുറ്റുമുള്ള എല്ലാ കിണറുകളിലും വാസ്തവത്തിൽ ബാക്ടീരിയയാണ്. അതിൻ്റെ കിണറുകളിലെ വെള്ളം ശേഖരിച്ചു. ആ വെള്ളം ഞങ്ങൾ ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. നാട്ടിലെ ജനങ്ങൾ ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. അവിടെ എല്ലാം ബാക്ടീരിയയാണ്. അവിടുന്ന് ആർക്കും കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ പറ്റില്ല. കുടിവെള്ളം ഇല്ല. അഴുക്കുചാൽ പദ്ധതിയെക്കുറിച്ച് ഒരു 30 വർഷം മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ കെട്ടിടങ്ങളുടെയും ലോഡ്ജസിൻ്റെയും അതുപോലെയുള്ള എല്ലാ വാടക സ്ഥാപനങ്ങളുടെയും വേസ്റ്റ്, ആ വേസ്റ്റ് ഒരു കനാലിലൂടെയാണ് പോണത്. ആ കനാലിലെ വെള്ളമാണ് എല്ലാ വീടുകളിലേക്കും എത്തുന്നത്. ഈ കനാല് പുത്തൻതോട് അല്ലേ, വലിയ തോട്, ആ വലിയ തോട്ടിലേക്ക് പോയി അതങ്ങനെ അഴുക്കുചാൽ ഇതുവരെ അതിനൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ടില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ മൂക്ക് പൊത്താതെ ഗുരുവായൂരപ്പനെ കാണാൻ, ഗുരുവായൂരിൽ വന്നിറങ്ങാൻ ആളുകൾക്ക് കഴിയില്ല. വാഹന സഞ്ചാരങ്ങൾ ഒക്കെ പ്രശ്നം, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിൽ തടസ്സം. മാത്രമല്ല ഗുരുവായൂർ കേന്ദ്രീകരിച്ച് ധാരാളം അഴിമതി. അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇത് അവിടെ നടക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി ഞാൻ ചോദ്യം ചെയ്തപ്പോൾ ജനങ്ങളുടെ ഇച്ഛ, ജനങ്ങളുടെ അഭിപ്രായം ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ എനിക്കെതിരെ പോലീസ്, എനിക്കെതിരെ കേസ്, എനിക്കെതിരെ പട്ടാളം, എനിക്കെതിരെ കോഡ് ഓഫ് കോണ്ടാക്ട്, എനിക്കെതിരെ എന്നെ തടഞ്ഞു വെക്കുക. പക്ഷെ ഞാൻ പറഞ്ഞതെല്ലാം ഒരു ഫാക്റ്റാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഗുരുവായൂർ മണ്ഡലത്തിലാണ് പൊന്നയൂർ. പൊന്നയൂർ 1,40,00,000 രൂപ ചിലവാക്കിക്കൊണ്ട് ഒരു ശ്മശാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ക്രിമറ്റോറിയം. ഈ ക്രിമറ്റോറിയം ഇവിടുത്തെ MLA-യുടെ ഏർപ്പാടാണ്. ബിന്ദുവാണ് ഉദ്ഘാടനം ചെയ്തത്. പെട്ടെന്ന് നോക്കിയാൽ ക്രിമറ്റോറിയം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനമല്ല, കാര്യം നടക്കാൻ വേണ്ടേ. ഒരു വർഷം കഴിഞ്ഞപ്പോൾ 12 ബോഡിയെ വെച്ചിട്ടുള്ളൂ. അത് മുഴുവൻ തകർന്നു. അവിടെ ശ്രദ്ധേയമായ കാര്യം, എല്ലാവരും വേണമെങ്കിൽ ക്രിമറ്റോറിയം എന്ന് പറയും. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ക്രിമറ്റോറിയം അല്ല. ആർക്കാണ് ഈ ക്രിമറ്റോറിയം? ഈ ക്രിമറ്റോറിയം ഒരു പഞ്ചായത്തിലൊരു ശ്മശാനം എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇതര വിഭാഗത്തിലുള്ള ആളുകളുടെ ശവസംസ്കാരം നടക്കുന്നത് വേറെ സ്ഥലത്താണ്. എവിടെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. അവരുടെ മതകേന്ദ്രങ്ങളിലാണ്. പക്ഷെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ, അവർക്കുള്ളതാണ് ക്രിമറ്റോറിയം. എന്തേ? അവരുടെ വോട്ടിന് വിലയില്ലേ? എന്തുകൊണ്ടാണ് 1,40,00,000 രൂപ ചിലവാക്കി പണിഞ്ഞത്? അവിടെ ഒരു വർഷമായിട്ട് പണിഞ്ഞിട്ട് ഒരു ആഴ്ച ഓടിയിട്ടുണ്ടാവും. ഒരു വർഷമായിട്ട് വെറുതെ കിടക്കുകയാണ്. ഈ പൈസ ആരുടെയാണ്? ഈ പൈസ ഈ കേരളത്തിലെ ഓരോ ആളുകളുടെയാണ്. ഈ പാവപ്പെട്ട SC ST വിഭാഗക്കാരുടെയാണ്.
പക്ഷെ അവരോട് പുച്ഛാണെന്ന്, അവരുടെ വോട്ടിന് വിലയില്ല. ഇത് വേറെ ഏതെങ്കിലും വിഭാഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇങ്ങനെയാണോ? ഇനി തൊട്ടപ്പുറത്ത് പുന്നയൂർക്കുളം, ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. അവിടെ വടക്കേക്കാട് ഗവൺമെൻറ് ആശുപത്രിയുണ്ട്, ഹെൽത്ത് സെൻ്റർ. 1,50,60 രൂപ ചിലവാക്കിയിട്ട് അവിടെ വലിയ ഹെൽത്ത് സെൻറ്റർ, അത് പ്രത്യേകിച്ച് ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. ശ്യാമപ്രസാദ് മുഖർജി അർബൻ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1 കോടി രൂപ കൊടുത്തിരുന്നു. 1 കോടി. ആ 1 കോടി രൂപയിൽ അവിടെ പുന്നയൂര്, വടക്കേക്കാട്, പുന്നയൂർക്കുളം ഈ ഭാഗത്തുള്ള പാവപ്പെട്ട ആളുകളുടെ പ്രസവം, അവരുടെ ശുശ്രൂഷ, അവരുടെ ആരോഗ്യം അതൊക്കെ സംരക്ഷിക്കപ്പെടുന്നത് ഇവിടെയാണ്. 8 വർഷമായില്ലേ, 1ഉം 2ഉം അല്ല. നരേന്ദ്രമോദി ആദ്യം വന്ന സമയത്ത് കൊടുത്ത പൈസ, അതിനുശേഷം വീണ്ടും കൊടുത്ത പൈസ, 8 വർഷമായിട്ട് അടഞ്ഞു കിടക്കുക, കാട് പിടിച്ച് കിടക്കുക. എന്താ ഒരു ഉത്തരവാദിത്വമില്ലേ ഇവിടെ ജയിച്ചു വരുന്നവർക്ക്? എന്തുകൊണ്ടാണ് ഇവിടെ ജയിച്ചു വരുന്ന ആളുകൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തത്? ഈ കാര്യങ്ങളെപ്പറ്റി ഇവരാരും ശ്രദ്ധിക്കാത്തത്? അപ്പോൾ ഇവരുടെ താല്പര്യം എന്ന് പറയുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. തട്ടിപ്പാണ്, ശുദ്ധ തട്ടിപ്പാണ്. ഇതിൽ നിന്നൊക്കെ പണം അടിച്ചു മാറ്റുകയാണ്. ഇപ്പോൾ ആ കെട്ടിടം ഇടിഞ്ഞു പറഞ്ഞ് വീണു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ. ഇനി വേറൊരു വിഷയം, ഗുരുവായൂർ ടൗൺഷിപ്പിൽ മാത്രമല്ല, ഏങ്ങണ്ടിയൂരിലേക്ക് പോകാം, അത് പഞ്ചായത്താണ്. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൽ ഉപ്പുവെള്ളമാണ് കയറുന്നത്. ഉപ്പുവെള്ളം കയറാൻ വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലും തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ ചാവക്കാട് ബീച്ചിൽ പോയി. അവിടെ ചാവക്കാട് ബീച്ചിൻ്റെ ഫ്രണ്ടിൽ കുടിവെള്ള പദ്ധതി ചിലവാക്കിയിട്ടുള്ള 75 ലക്ഷം. പക്ഷേ കുടിവെള്ളം ഇല്ല. ടാപ്പ് തുറക്കുമ്പോൾ വായുവാണ് വരുന്നത്. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അവിടുത്തെ ഈ പുഴുക്കളെ പോലെയാണ് ആ കടപ്പുറം പഞ്ചായത്തിലെ പാവപ്പെട്ട മുക്കുവ സമുദായത്തിൽപ്പെട്ട ആളുകൾ, സാധാരണ ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ, സാധാരണ ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. അവരൊക്കെ ജീവിക്കുന്ന കാണുമ്പോൾ ഇത് 21-ാം നൂറ്റാണ്ടാണ്, 2026 ഇവിടെ ഇങ്ങനെ ഭരണത്തിൽ അധികാരത്തിൽ ആൾക്കാർ വരിക. കടൽ തീരത്ത് താമസിക്കുന്നവർക്ക് മാന്യമായി താമസിക്കാൻ കഴിയണ്ടേ? അവർക്കൊരു നല്ല പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കണ്ടേ? അവർ വഞ്ചിയിൽ പോകുന്നതുകൊണ്ട് അവർ കടൽ തീരത്ത് തന്നെ താമസിക്കുന്ന നിർബന്ധമില്ല. ഒരു കടലെരമ്പം, കടലിൽ എന്തെങ്കിലും ഉണ്ടായാൽ ഇവരുടെ ജീവിതം പോയി. അപ്പോൾ ഇവർക്കൊരു ജീവരക്ഷയില്ല, ഇവർക്കൊരു ഇൻഷുറൻസ് ഇവർ കൊടുക്കുന്നില്ല, ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ധാരാളമുണ്ട് ഈ ഗുരുവായൂർ മണ്ഡലത്തിൽ. നമ്മൾ ഗുരുവായൂർ മണ്ഡലം എന്ന് പറയുന്ന സമയത്ത് സ്ഥിരം ഇങ്ങനെ ജയിച്ചു പോവുക, ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ദേശീയ തലത്തിൽ ഗുരുവായൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ ദേശീയ തലത്തിൽ നിന്ന് സപ്പോർട്ടുണ്ടെന്ന് താങ്കൾ പറയുന്നു. പക്ഷേ ഇന്നേ വരെ ഗുരുവായൂർ അമ്പലത്തിനെ അവഗണിക്കുന്ന നിലപാടാണ് ദേശീയ തലത്തിൽ ഉണ്ടായത് എന്നാണ് CPM-ൻ്റെ ആരോപണം. ഞാൻ പരസ്യമായിട്ട് CPM-ൻ്റെ നേതാക്കന്മാരോട് പത്രസമ്മേളനത്തിൽ ഒരു സംവാദം നടത്താൻ ഞാൻ വെല്ലുവിളിച്ചു. ഗുരുവായൂരിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള വികസനം കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി കൊടുത്തതല്ലാതെ എന്തെങ്കിലും ഒരു വികസനം ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരസ്യ സംവാദത്തിന് വരാൻ ഞാൻ അബ്ദുൽ ഖാദറെ വെല്ലുവിളിച്ചു. എന്താ വരാത്ത? എന്തുകൊണ്ട് അവർ തയ്യാറാവുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ ഏതെങ്കിലും ഒരു കാര്യം സംസ്ഥാന ഗവൺമെൻറ് ചെയ്തതായിട്ട് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കുടിവെള്ളം കൊണ്ടുവരേണ്ടതായിരുന്നു, അഴിമതി ഇല്ലാതാക്കണം. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് അവർ പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുങ്കുമത്തിൽ അഴിമതിയില്ലേ? ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്. ചന്ദനത്തിൽ അഴിമതിയില്ലേ? ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്. 32 ആന ചെരിഞ്ഞില്ലേ? അന്വേഷണ റിപ്പോർട്ട് എന്തായി? ആനക്കൊമ്പിൽ അഴിമതിയില്ലേ? ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്. പിച്ചളപാത്രത്തിൽ അഴിമതിയില്ലേ? ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് ഞങ്ങളുണ്ടാക്കിയതല്ലല്ലോ. ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇവിടെ ജയിച്ചു വരുന്ന MLA-ക്ക് പറയാൻ പറ്റുമോ? ഈ കാര്യത്തിലൊക്കെ MLA-ക്ക് മൗനമാണെന്നേ. അതെന്താ കാരണം? ജയിച്ചു വരുന്ന MLA-മാർക്ക് പ്രത്യേക താല്പര്യങ്ങളാണ്. ഇവിടെ ജയിച്ചു വന്നിട്ടുള്ള ഒരു 19 വർഷമായി ജയിച്ചു വന്നിട്ടുള്ള ആൾക്കാർക്കൊന്നും ഈ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട ഗുരുവായൂരിൻ്റെ സമ്പദ്ഘടനയെ, ഗുരുവായൂരിൻ്റെ സാമൂഹ്യ ജീവിതത്തെ, ഗുരുവായൂരിൻ്റെ വികസനത്തെ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രമാണ്. അതിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുള്ള ആൾക്കാരല്ല ഇവിടെ ജയിച്ചു വരുന്നത്. അതാണ് അതിൻ്റെ കാരണം. ഇപ്പോൾ CPM-ൻ്റെ ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള മണ്ഡലം. ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് ഇടതുപക്ഷം ഭരണം കൈയാളുന്നു. ഇപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് താങ്കളുടെ ഒരു പ്രസംഗം അത് വലിയ രീതിയിൽ വിവാദമായിരുന്നു. ഇവിടുന്ന് ഹിന്ദു MLA ഉണ്ടായിട്ടില്ല എന്നുള്ളത്. സ്വതവേ കേരളത്തിൽ മതസൗഹാർദ്ദമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. BJP ആണെങ്കിൽ മതരാഷ്ട്രീയമാണ് കേരളത്തിൽ ഉപയോഗിക്കുന്നത്. അത് കേരളത്തിൽ വില പോവില്ല എന്നുള്ളതാണ് സ്വതവേ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴും താങ്കൾ പറഞ്ഞ വാക്കിനോട് താങ്കൾ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള നിലപാടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എങ്ങനെയാണ് ആ വിഷയത്തിലുള്ളൊരു പ്രതികരണം? ഹിന്ദു MLA എന്ന് പറഞ്ഞാൽ അതിലെന്താ മതം?
ഒന്ന് ഹിന്ദു എന്നുള്ള വാക്കും അതല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. 2 ഹിന്ദു MLA എന്നുള്ളത് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ്. ദേവസ്വം ബോർഡിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യേണ്ടത് ഹിന്ദു MLA ആണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ ഹിന്ദു MLA എന്ന് പറഞ്ഞാൽ അങ്ങനെ വർഗീയ പരാമർശമാവുക? വർഗീയ പരാമർശം ഞാൻ എന്താ വേറൊരു മതത്തിനെതിരായി സംസാരിക്കണം? ഞാൻ ഒരു മതത്തിനെതിരായിട്ട് സംസാരിച്ചിട്ടില്ല. ഞാനൊരു വാസ്തവം ചൂണ്ടിക്കാണിച്ചു. അത് ഇന്നലെ പറഞ്ഞതും ഇന്ന് പറയുന്നതും നാളെ പറയുന്നതും ഒരു മാറ്റവും ഇല്ല. അതിൽ ആരെതിർത്താലും പ്രശ്നമില്ല, ആര് നടപടിയെടുത്താലും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ ഒരു സ്റ്റെപ്പിൽ ഒരു വാക്ക് ഞാൻ പിൻവലിക്കില്ല. കാരണം ഞാൻ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ജനാധിപത്യ രീതിയിൽ മതേതരത്വ വിരുദ്ധമായിട്ടൊന്നും പറഞ്ഞില്ല. ഒരു സത്യം ചൂണ്ടിക്കാണിച്ചു. സത്യത്തിന് സൗന്ദര്യം കുറവാണ്, മധുരവും കുറവാണ്. സത്യത്തിന് മധുരമില്ല, സൗന്ദര്യമില്ലാത്തതുകൊണ്ട് സത്യം സത്യമാവാതിരിക്കില്ല. അതുകൊണ്ട് ഈ വ്യാജ സൗന്ദര്യം എനിക്ക് ആവശ്യമില്ല. ഞാൻ സത്യത്തിൻ്റെ സൗന്ദര്യത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. ആ സൗന്ദര്യത്തിന് അല്പം കയ്പായിരിക്കും. ആ കയ്പാണ് എൻ്റെ മധുരം. ഇപ്പോൾ ഇത്തവണത്തെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും കൊളീബി സഖ്യമാണ്. അതായത് CPM-ഉം BJP-യും കൂടിയുള്ള ഒരു കൂട്ടുകെട്ട്. അതുകൊണ്ടാണ് 2020 സ്ഥാനാർത്ഥികളെ വിവിധ മണ്ഡലങ്ങളിൽ നിർത്തിയത് എന്നുള്ളൊരു ആരോപണം വരുന്നു. എങ്ങനെയാണ് അതിനോടുള്ള പ്രതികരണം? ഞാൻ ആ ആരോപണത്തെയൊക്കെ പുച്ഛിച്ച് തള്ളാണ്. പിന്നെ അതൊക്കെ സ്റ്റേറ്റിൻ്റെ വിഷയമാണ്. എൻ്റെ മനസ്സിലിപ്പം വേറെ ഒന്നുമില്ല. എൻ്റെ മനസ്സിൽ ഗുരുവായൂർ മാത്രമേ ഉള്ളൂ. സോ യു ക്യാൻ ആസ്ക് എനി ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ഓഫ് ഗുരുവായൂർ. ഐ എം ലീസ്റ്റ് ബോധർഡ് ഫോർ അതർ കോൺസ്റ്റിറ്റ്യുവൻസി ആൻഡ് ഓൾ അതർ പ്ലേസ്. ഇപ്പോൾ കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് NDA ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ പിന്തുണച്ചത്. പക്ഷേ അന്ന് 6000 വോട്ടുകൾ മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ CPM ഉന്നയിക്കുന്ന ഒരു ചോദ്യം BJP-യുടെ വോട്ടുകൾ കഴിഞ്ഞ തവണ എവിടെ പോയി എന്നുള്ളതാണ്. ചോദ്യം ചോദിക്കേണ്ടത് ഇത്തവണയാണ്, കഴിഞ്ഞ തവണയല്ല. കഴിഞ്ഞ തവണത്തെ മത്സരത്തിൽ ചോദ്യം ചോദിക്കേണ്ടത് കഴിഞ്ഞ തവണയാണ്. ഇത്തവണത്തെ ഞാൻ കുറച്ച് ചോദ്യം അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരവില്ലാതാവുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ചോദ്യം കൊണ്ട് വരിക. കാലം മാറി 5 വർഷം കഴിഞ്ഞു. ഇത്തവണത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. സംവാദത്തിന് തയ്യാറുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ 50 വർഷം ഒരേ രീതിയിൽ തീരുമാനിക്കുന്നത്? എൻ്റെ ചോദ്യങ്ങൾ പ്രകടമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന അഴിമതിയിൽ MLA എന്താ മിണ്ടാത്തത്? ഗുരുവായൂരിലെ കുടിവെള്ളം എന്തേ MLA കൊടുക്കാത്തത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന് ഉത്തരം പറയാനില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം അറിയില്ല. ഒരു പത്രിക തള്ളിപ്പോയി. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പറയാം. അതിനുശേഷമാണല്ലോ സുരേഷ് ഗോപി മത്സരിച്ചത്. വലിയ മുന്നേറ്റം ഉണ്ടാക്കിയില്ലേ? അതൊക്കെ വെറുതെ ഈ പിച്ചും പേയും പറയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഇന്നലത്തെ CPM-ന്റെ പത്രസമ്മേളനത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയെ റെക്കൺ ചെയ്തിരിക്കുകയാണ്. BJP NDA സഖ്യം ഒരു ത്രികോണ മത്സരമായിട്ട് മാറിയിരിക്കുകയാണ്. യാതൊരു സംശയമില്ല. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും BJP-യെ NDA സ്ഥാനാർത്ഥിയെ ഇവർ രണ്ടുപേരും ചേർന്ന് ആക്രമിക്കുന്നു. അപ്പോൾ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവർ തമ്മിലാണ്. മത്സരം നടക്കുന്നത് BJP NDA വേഴ്സസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ്. ദേ ആർ ടുഗദർ. അപ്പോൾ ഡീൽ ഉണ്ടായിട്ടുള്ളത് ആരായിട്ടാണ്? ഡീൽ അവർ തമ്മിലാണ്. ഞങ്ങൾ ഡീൽ ഉണ്ടാക്കിയിരുന്നാണല്ലോ അവരുടെ പത്രസമ്മേളനം. സത്യമാണ് കേട്ടോ, ഒരു ചെറിയ ഡീലുണ്ട്. ഞാനത് തുറന്ന് സമ്മതിക്കുക. പക്ഷേ ആ ഡീല് രാഷ്ട്രീയ പാർട്ടിയായിട്ടല്ല. അവരുടെ രാഷ്ട്രീയ പാർട്ടിയിലെ ജനങ്ങളും ഗുരുവായൂരിൽ ജീവിക്കുന്ന ജനങ്ങളും ഞങ്ങളും തമ്മിലൊരു ഡീലുണ്ട്. അതെന്താ ഡീല്? ഇവർ ചെയ്യാത്ത വികസനം നിങ്ങൾ ചെയ്താൽ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് ജനങ്ങൾ പറയുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിരവധി തീർത്ഥാടകർ വരുന്ന സ്ഥലമാണ് ഗുരുവായൂർ അമ്പലം. മാത്രമല്ല ചാവക്കാട് ഗുരുവായൂർ റോഡിൻ്റെ ഗതാഗത സൗകര്യങ്ങളെല്ലാം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ BJP അധികാരത്തിലെത്തിയാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ, ഗുരുവായൂരിനെ മാറ്റുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത്? വാഗ്ദാനമല്ല, പ്രാക്ടിക്കലാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണോ CCTV മുന്നോട്ട് വെക്കുന്നത് അതൊക്കെ ചെയ്യാം. ഓക്കെ, CCTV പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്തൊക്കെ? ഇപ്പോൾ പലപ്പോഴും വരുന്ന തീർത്ഥാടകർക്ക് വേണ്ടത്ര പര്യാപ്തമായിട്ടുള്ള ഒരു സൗകര്യക്കുറവ് എപ്പോഴും ഗുരുവായൂരിലെ ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെയാണ് റോഡുകളുടെ പരസ്പരം ഇപ്പോഴും സൗകര്യമായിട്ട് ട്രാഫിക് ബ്ലോക്ക് വരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ? ഞാൻ പറഞ്ഞല്ലോ, ഗുരുവായൂർ ടൗൺഷിപ്പ് ഇവിടുത്തെ ജയിച്ചു വന്ന MLA-യുടെ പുറമ്പോക്കാണ് ഗുരുവായൂർ ടൗൺഷിപ്പ്. അവർക്ക് ചാവക്കാട് മറ്റു പല കേന്ദ്രങ്ങളോടാണ് താല്പര്യം. മനസ്സിലാവുണ്ടോ? ഗുരുവായൂർ ടൗൺഷിപ്പും ഗുരുവായൂരും അവർക്ക് പുറമ്പോക്കാണ്. അവർക്ക് താല്പര്യമില്ല. എന്തുകൊണ്ട് താല്പര്യമില്ല എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചോ. ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല.
അവരുടെ താല്പര്യങ്ങളൊക്കെ മറ്റു പല സ്ഥലമാണ്. എൻ്റെ ചാവക്കാടുള്ള അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ അവർ പല കാര്യവും ചെയ്യുന്നുണ്ട്. അത് ഗുരുവായൂർ ടൗൺഷിപ്പിൽ ചെയ്യുന്നില്ല. ഗുരുവായൂർ ടൗൺഷിപ്പിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് അടിയന്തരമായി ചെയ്യണം. ചാവക്കാടും ചെയ്യണം, ഗുരുവായൂരും ചെയ്യണം, പുന്നയൂരും ചെയ്യണം, പുന്നയൂർക്കുളവും ചെയ്യണം, ഏങ്ങണ്ടിയൂരും ചെയ്യണം, കടപ്പുറത്തും ചെയ്യണം. എവിടെ ഒന്നും ചെയ്യുന്നില്ല ഇവന്മാർ. അപ്പോൾ ടൗൺഷിപ്പിൽ ഞാൻ ചോദിക്കണേ, വാഹനം നമുക്കൊക്കെ അറിയാം, ഗുരുവായൂർ അമ്പലത്തിലേക്ക് ജനങ്ങളിങ്ങനെ പ്രവഹിക്കാം. എങ്ങനെ വാഹനം ഓടിക്കണം? ഇപ്പോൾ അവിടെ ചെയ്തു വച്ചിരിക്കുന്നത് വൺ വേ സമ്പ്രദായം. വൺ വേ. ഒരാൾ പടിഞ്ഞാറുനിന്ന് വന്നാൽ അയാൾക്ക് തെക്കോട്ട് പോകണമെങ്കിൽ എത്ര ചുറ്റണം? മനസ്സിലാവുണ്ടോ? എന്തുമാത്രം അസൗകര്യങ്ങളാണെന്നറിയോ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആളുകളെ പരമാവധി ദ്രോഹിക്കുക. അതുകൊണ്ട് തന്നെ വാഹന പാർക്കിങ് ആരുടെ പൈസയാ? ഗുരുവായൂരിലെ വാഹന പാർക്കിങ് 10 രൂപ കൊടുത്താൽ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുള്ള ഡോർമെറ്ററി ആര് കൊണ്ടുവന്ന? ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന. ആ ഡോർമെറ്ററി ഒക്കെ തല്ലിപ്പൊളിച്ചു. എന്തിനാ തല്ലിപ്പൊളിച്ചത്? വാഹന സൗകര്യം നരേന്ദ്രമോദി സർക്കാർ കൊടുത്ത പ്രസാദം പരിപാടിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വാഹന സൗകര്യം അവിടെയും പൈസ മേടിക്കുക. ജനങ്ങൾക്ക് സൗകര്യമായിട്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം. ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നു, BJP NDA സഖ്യം അധികാരത്തിൽ വന്നാൽ മനസ്സിലാവുണ്ടല്ലോ, BJP NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ജയിച്ചാൽ സമഗ്രമായ വികസനം ഗുരുവായൂർ ടൗൺഷിപ്പിലുണ്ടാക്കും. ഗുരുവായൂരുണ്ടാക്കും. പുതിയൊരു ഗുരുവായൂരാക്കും. പുതിയ ഒരു ഗുരുവായൂരല്ല. ഗുരുവായൂർ പുതിയതുമില്ല, ഗുരുവായൂർ പഴയതുമില്ല. ഗുരുവായൂരാണ്. പക്ഷേ ഗുരുവായൂരിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കും. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ഗുരുവായൂർ ഏറെ പ്രശസ്തമായത് എന്താ? കെ കേളപ്പനാണല്ലോ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സമരം നയിച്ചത്. എന്തേ കേളപ്പൻ വിസ്മരിക്കപ്പെട്ടത്? ഗുരുവായൂരിൽ പട്ടിപാത്തിയ കല്ലിൽ ചന്ദനം പൂശിയ കേളപ്പ എന്ന് പറഞ്ഞ് കേളപ്പനെ അവഹേളിച്ചവരാണ് ഇന്ന് ഭരിക്കുന്നത്, ഇന്നവിടെ MLA. അതുകൊണ്ട് കേളപ്പൻ വേണ്ട. ഞാൻ ഒന്നാമത് പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ജയിച്ചാലും തോറ്റാലും, ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഞാൻ ജയിച്ചാലും തോറ്റാലും കേളപ്പജിക്ക് ഗുരുവായൂരിൽ ഒരു പ്രതിമ സ്ഥാപിക്കും. തൃശ്ശൂരിൽ എങ്ങനെയാണോ ശക്തൻ നമ്പുരാൻ പ്രതിഷ്ഠാപിച്ചത്, ഞാൻ തന്നെയാണ് സ്ഥാപിച്ചത്, അതേപോലെ കേളപ്പജിക്ക് ഗുരുവായൂരിൽ ഒരു പ്രതിമ സ്ഥാപിക്കും. വാഹന സൗകര്യം ഗുരുവായൂരിൽ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും സൗജന്യമായ വാഹന സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തും. ഞങ്ങൾ ചെയ്യും. ഈ എല്ലാ പഞ്ചായത്തിലും 10 രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന നമോ ഹോട്ടൽ ഉണ്ടാക്കും. ഇതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മാനിഫെസ്റ്റോൻ്റെ ഭാഗമാണ്. ഞങ്ങൾ ഗുരുവായൂരിന് വേണ്ടി ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നുണ്ട്. അതിൽ സമഗ്രമായ ഈ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാവും. അവസാനമായി ഒരു ചോദ്യം കൂടി. ഇപ്പോൾ തൃശ്ശൂരിന് സ്വന്തമായിട്ടൊരു MP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. ഇത്തവണ നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയൊരു ശക്തി കേന്ദ്രമായിട്ട് മാറാൻ സാധിക്കും. BJP ജയിക്കും. ശക്തി കേന്ദ്രമാണ്. പൂർണ്ണ വിശ്വാസമുണ്ട്. 100% BJP ജയിക്കും. ഒരു വിപ്ലവം ഉണ്ടാവും, ഒരു ചരിത്രം ഉണ്ടാവും. ഒരു വിപ്ലവം ഉണ്ടാവുന്നത് എപ്പോഴും ഒരു സ്പാർക്കിലാണ്. എല്ലാ വിപ്ലവങ്ങളും വെളിയിൽ ആയുധവുമായിട്ടല്ല ഉണ്ടാവുക. വിപ്ലവം മനസ്സിലാണ് ഉണ്ടാവുക. മനസ്സിൽ വിപ്ലവം ഉണ്ടാവാൻ ഒരു സ്പാർക്ക് മതി. ആ ഒരു സ്പാർക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊരു മാനസിക വിപ്ലവമാണ്. ഗുരുവായൂരിൽ ആ മാനസിക വിപ്ലവം ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. വിജയം സുനിശ്ചിതമാണ്. പ്രേക്ഷകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഗുരുവായൂരിൻ്റെ വികസനം. ഗുരുവായൂർ എന്ന വാക്ക് ഗുരുവിൻ്റെയും വായുവിൻ്റെയും, ബൃഹസ്പതിയുടെയും അതുപോലെ വായുവിൻ്റെയും നിർമ്മാണത്തിൽ നിന്ന് ഉണ്ടായതാണ്. ആ ഗുരുവായൂരിൻ്റെ വികസനമാണ് എൻ്റെ ലക്ഷ്യം. ഗുരുവായൂരിനെ പറ്റി ഇന്നലെ വരെ ഞാൻ എന്താണോ പറഞ്ഞത്, അത് ഇന്നും ഞാൻ അതിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നു. നാളെയും അത് തന്നെ പറയും. ഒരു പോലീസിനും ഒരു പട്ടാളത്തിനും ഒരു നടപടികൾക്കും എന്നെ തടയാനാവില്ല. ഞാൻ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ നിന്നുകൊണ്ട് മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും യുക്തിബോധത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്നലെ വരെ സംസാരിച്ചിട്ടുള്ളത്. നാളെയും അങ്ങനെ മാത്രമേ സംസാരിക്കൂ. ഗുരുവായൂരിൻ്റെ വികസനമാണ് എൻ്റെ ലക്ഷ്യം. ആ വികസനം സഫലമാക്കാൻ എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നമസ്കാരം.